പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതവും ഒരു പ്രാർത്ഥനയായിട്ട് മാറണമെന്നുള്ളതാണ്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെ ജീവിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഭയങ്കര ഭക്തിയും അതുപോലെ തന്നെ ദൈവത്തിന് നമ്മൾ ആരാധനയും കൊടുക്കുന്നു. അത് വേണം. ഇത് കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ആ ദൈവം നൽകിയ ആ അനുഗ്രഹം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ മക്കള് ക്ലാസ് മുറികളിൽ എങ്ങനെ ചെയ്യുന്നു നമുക്ക് ചിന്തിച്ച് നോക്കാം. അവര് ഒരു അധ്യാപിക നല്ല സ്ട്രിക്റ്റ് ആണ്. ആ അധ്യാപിക വരുന്ന ക്ലാസ്സിൽ വളരെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഒരു ടെൻഷൻ ഉണ്ടായില്ല, കുറുമ്പൊന്നും കാണിക്കില്ല, എന്നാൽ അടിക്കില്ല, അല്ലെങ്കിൽ വേറെ ചീത്തയൊന്നും പറയില്ല. ആ ടീച്ചറുടെ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കുമെന്ന് കുട്ടികളോട് ചോദിച്ചാൽ മതി. ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ദേവാലയത്തിലെ നല്ല പ്രാർത്ഥന. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, മറ്റുള്ള ദുഷ്ടതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണിക്കുമ്പോൾ രണ്ട് ഭാവങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഭാവങ്ങളുള്ള വ്യക്തികളെ അവസാനം കർത്താവ് പറയുക, ഞാൻ നിന്നെ അറിയുകയില്ല. നമുക്ക് വേണ്ടത് ഒരു ഭാവമാണ്. ആ ഒരു ഭാവത്തോട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം പറയും, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയും. പ്രാർത്ഥിക്കേണ്ടതല്ല, അതൊക്കെ വേണം. പക്ഷേ ഇതിനോടൊപ്പം നമ്മുടെ പ്രവർത്തനയിലും ആ പ്രാർത്ഥന കടന്നു വരണം എന്നുള്ളതാണ്. എങ്ങനെയാണോ തമ്പുരാന്റെ സന്നിധി നമ്മൾ നിൽക്കുന്നത്, കാരുണ്യത്തിന് വേണ്ടി തമ്പുരാന്റെ സന്നിധി നിൽക്കുന്നു, ഇതുപോലെ തന്നെ കാരുണ്യം എൻ്റെ കുടുംബത്തിൽ നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഇവിടെ ഏറ്റവും ഭക്തിയുള്ള ഒരു അമ്മായിമ്മ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മരുമക്കളൊക്കെ മുൾമുനയിൽ നിർത്തുന്ന വ്യക്തിയാണ്. ചില ചേട്ടന്മാര് നമ്മൾ വിചാരിക്കും, എന്ത് നല്ല ചേട്ടൻ, എന്ത് എളിമയുള്ള ചേട്ടൻ. വീട് സന്ദർശനം ചെല്ലുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം. ഭർത്താവ് എങ്ങനെയാണെന്ന് ഭാര്യ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റാം. നമുക്ക് രണ്ട് മുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ദേവാലയത്തിലൊരു മുഖം, പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു മുഖം. ഇങ്ങനെ രണ്ട് മുഖങ്ങളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കുക, ദൈവം നമ്മളെ തിരിച്ചറിയാതെ വരും. അവസാന നിമിഷത്തിൽ ദൈവം ഒരു ഉത്തരമാണ് കൊടുക്കുക, ഞാൻ നിന്നെ അറിയുകയില്ല, ഞാൻ നിന്നെ അറിയുകയില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ആ മറ്റുള്ളവരുടെ അരികിലായിരിക്കുമ്പോൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിൽ എത്തുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു വെക്കുന്നത്. ആദ്യമായി, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. രണ്ടാമതായിട്ട്, നമ്മൾ പ്രതീക്ഷിച്ച പലരെയും അവിടെ കാണുകയില്ല. മൂന്നാമതായിട്ട്, ദൈവാനുഗ്രഹത്താൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ? ഞാൻ ഒന്ന് ആലോചിക്കണം, എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട്, എൻ്റെ ഈ ജീവിത രീതി കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തുമോ ഇല്ലയോ? പ്രാർത്ഥിക്കാം.